കൊച്ചുങ്ങൾ എന്നേലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് പറ്റുന്നതാണേൽ അതങ്ങോട്ട് സാധിച്ചു കൊടുത്തേക്കണമെന്നാണല്ലോ. ഹബീബിക്കൊരാഗ്രഹം, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തെ എഗ് റോസ്റ്റ് വേണമെന്ന്. കുക്കിങ്ങിൽ ഞാനൊരു പ്രോ ഒന്നുമല്ല, പിന്നെ എഗ് റോസ്റ്റ് അല്ലേ, ഒപ്പിക്കാം. ആദ്യം തന്നെ മുട്ട പുഴുങ്ങിയെടുത്തിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിടാം. പെട്ടെന്ന് എടുത്തോണ്ടാണെന്ന് തോന്നുന്നു മുട്ടയിലെല്ലാം കുണ്ടും കുഴിയായിപ്പോയി. കൗതുകം ലേശം കൂടിപ്പോയി. അടുത്ത തവണ ശരിയാക്കാം. പിന്നെ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇടാം. അത് കരിയുന്നതിന് മുന്നേ മുട്ടയെല്ലാം പെറുക്കിയിട്ട് മിക്സ് ആക്കാം. കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇടാം. അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി മാറ്റി വെക്കാം. വീണ്ടും കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഇടാം. ഇതിലേതോ ഒന്ന് പെട്ടെന്ന് മൂക്കുന്നതുകൊണ്ട് രണ്ടും കൂടെ ഒന്നിച്ചിടലെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏതാണ് ആദ്യം ഇടേണ്ടത് ഞാൻ മറന്നുപോയി. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇഞ്ചി ഇട്ടു. അമ്മോയ്, ശരിക്കും ഏതാ ആദ്യം ഇടേണ്ടതെന്ന് കമൻറ്റ് ബിലോ. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂക്കുമ്പോൾ നമുക്ക് സവാള ഇടാം. കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റാം. സവാള മൊരിയാൻ തുടങ്ങുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ വഴറ്റാം. അത് കഴിയുമ്പോൾ തക്കാളി ചേർക്കാം. പിറകെ കുറച്ച് കുരുമുളക് പൊടി. തക്കാളി നല്ലോണം വെന്ത് കുഴഞ്ഞു വരുമ്പോൾ റോസ്റ്റിൻ്റെ മസാല സെറ്റായി. ഒരിത്തിരി പഞ്ചസാര കൂടെ ചേർത്തിളക്കിയിട്ട് മുട്ടയും കൂടി ആഡ് ചെയ്ത് ഒന്ന് ചൂടായാൽ പരിപാടി കഴിഞ്ഞു. ഇനി ഒരു മൊരുമരാന്ന് മൊരിഞ്ഞ പൂരി എടുത്തിട്ട് കുഴകുഴാന്നിരിക്കുന്ന മസാലയിൽ പൊതിഞ്ഞൊന്ന് കഴിക്കണം. കടുപ്പം കൂട്ടി മധുരം കൂട്ടി ഒരു ചൂട് കാപ്പിയും കൂടെ ആയാൽ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ്.